കെ എസ് അരുൺകുമാറിലേക്ക്. അരുൺകുമാർ, ഇപ്പോൾ കേട്ടല്ലോ, BLOമാരിൽ അധികവും സ്ത്രീകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര BLOമാരുണ്ട് എന്നുള്ള പൂർണ്ണമായ കണക്ക് എൻ്റെ കൈവശമില്ല. പക്ഷേ അധികവും സ്ത്രീകളാണ്. ബുദ്ധിമുട്ടുന്ന സാഹചര്യം മനസ്സിലാവുന്നല്ലോ. നമുക്ക് അനീഷിന്റെ വിഷയം വേറെ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വനിതാ BLOയുടെ പ്രതികരണം, ആ വിഷയത്തിൽ എന്താണ് CPM പറയാനുള്ളത്? ഈ വനിതാ BLO പറഞ്ഞത് ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ തന്നെയാണ്. ഒരു പ്രതിനിധി എന്ന രൂപത്തിൽ, അതായത് കേരളത്തിലെ മുഴുവൻ BLOമാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രതിനിധി പറയുന്ന അവരുടെ എല്ലാവരുടെയും ശബ്ദം എന്ന രൂപത്തിൽ തന്നെയാണ് നമ്മളിതിനെ കാണേണ്ടത്. കാരണം ഇവരൊന്നും ഇവരുടെ ജനിച്ചു വളർന്ന നാട്ടിലോ സ്വന്തം പ്രദേശത്തോ അല്ല BLOമാരായിട്ട് ചുമതല നിർവഹിക്കുന്നത്. ഇവർക്ക് അലോട്ട് ചെയ്തു കൊടുക്കുന്ന സ്ഥലത്ത് പോയി ഇവർ അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. 2002 വീടുകളുടെ ഘടനയോ സംവിധാനമോ ഒന്നല്ല. നിരവധി ഫ്ളാറ്റുകൾ, നിരവധി വില്ലകളെല്ലാം വന്നു. സമൂഹത്തിൽ വലിയ മാറ്റം വന്നു. ഇവർ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പോയി ഈ വീടുകളെല്ലാം കണ്ടെത്തണം, വീട്ടിലുള്ള ആളുകളെ കണ്ടെത്തണം, അതിലുള്ള വ്യക്തികളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം, ഫോം കൊടുക്കണം, ആ ഫോം പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, പിന്നീട് പോയി ആ ഫോം കളക്ട് ചെയ്യണം. അതിനുശേഷം സ്വന്തം മൊബൈലിലേക്ക് ആ ഫോമിലൂടെ വരുന്ന വിവരങ്ങൾ മുഴുവൻ ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തണം. ഇത് വളരെ ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ അരമണിക്കൂർ ഒരു വീട്ടിൽ ചെലവഴിക്കേണ്ടി വരും എന്നതാണ് അനുഭവമുള്ള BLOമാർ, ഇങ്ങനെ പോയ BLOമാർ ഞങ്ങളോട് പറഞ്ഞത്. ഒരു വീട്ടിൽ അരമണിക്കൂർ വരെ, 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ചെലവഴിച്ചാൽ 12 മണിക്കൂറും ഡ്യൂട്ടി ചെയ്താൽ അവർക്ക് അന്ന് സന്ദർശിക്കാൻ കഴിയുന്ന വീടുകളുടെ എണ്ണം 24ആണ്. അത് 30 വീടെന്ന് കൂട്ടിയാൽ പോലും ആകെയുള്ള 30 ദിവസം കൊണ്ട് 900 വീടാണ് അവർക്ക് സന്ദർശിക്കാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 1200 ശിഷ്ടം വീട്, 1200 മുതൽ 1500 വരെ വീടുകൾ ഓരോ വാർഡുകളിലുമുണ്ട്, ഓരോ ബൂത്തുകളിലുമുണ്ട്. ശരിക്കും 3 തവണ വീടുകൾ സന്ദർശിക്കണമെന്നതാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, 1300 വീട് 3 തവണ സന്ദർശിക്കണമെങ്കിൽ 3900 സന്ദർശനമായി മാറി. എത്ര കഷ്ടപ്പെട്ടാലും ഇവർക്ക് ഈ അരമണിക്കൂർ ഒരു വീട്ടിൽ ചെലവഴിക്കേണ്ടി വന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട്, നിരവധി സംശയങ്ങളാണ് വീട്ടുകാർ ചോദിക്കുന്നത്. പകൽ സമയത്താണല്ലോ ഇവർ വീടുകളിൽ ചെല്ലുക. ആ സമയത്ത് വീട്ടിലുള്ള വീട്ടുടമസ്ഥനൊക്കെ ജോലിക്ക് പോകും. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളടക്കമുള്ളവർ അവർ നിത്യവൃത്തിക്ക് വേണ്ടി പല ജോലിക്ക് പോകുന്നവരാണ്. കോളേജ് സ്റ്റുഡൻസ് എല്ലാം കോളേജിലാണ്. വളരെ പ്രായമായ മുത്തച്ഛനും മുത്തശ്ശിമാരും മാത്രമാണ് വീടുകളിലുള്ളത്. അവർക്ക് ഡിജിറ്റലായിട്ടുള്ള രേഖ കൊണ്ടുപോയി കൊടുക്കാനും അതുപോലെ ഇത്തരം ഇവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് അപ്പം തന്നെ മറുപടി കൊടുക്കാനും ഒന്നും കഴിയില്ല. അപ്പോൾ ഫോം കൊടുത്തിട്ട് പോകണം. പിന്നീട് വരുമ്പോൾ ചിലപ്പോൾ 1-2 മെമ്പേഴ്സാണ്. അപ്പം 3 സന്ദർശനം പോരാ, അതിൽ കൂടുതൽ സന്ദർശനം വേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പിന്നീട് ഇത്തരത്തിൽ ഫോം ഫില്ല് ചെയ്ത് കിട്ടിയാൽ ഇത് മുഴുവൻ സ്വന്തം മൊബൈലിലേക്ക് ടൈപ്പ് ചെയ്യണം എന്നുള്ള പുതിയ നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തത്. എല്ലാവരും ഇതിൽ ടൈപ്പിങ്ങിലൊന്നും അത്ര എക്സ്പെർട്ട് ആയിരിക്കില്ല. പ്രത്യേകിച്ച് നെറ്റ് കണക്ഷൻ്റെ പ്രശ്നമുണ്ട്. വളരെ പിന്നോക്കമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത ഉള്ള പ്രദേശങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ളവരെല്ലാം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇന്നലെ ആത്മഹത്യ ചെയ്ത ബഹുമാനപ്പെട്ട അനീഷ് ജോർജ് ആണെങ്കിലും രാത്രി 1:45 വരെ ഇരുന്ന് ജോലി ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ പറയുകയുണ്ടായി. വലിയ ഫ്രസ്ട്രേഷനിലായിരുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇന്ന് പല വോയിസ് മെസ്സേജുകളും പല ചാനലിലൂടെയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ BLO പറഞ്ഞതും അവിടെ ഹൃദയത്തിൽ നിന്നുള്ള വാചകങ്ങളാണല്ലോ. അവർ കണ്ണു നിറഞ്ഞു പോകുന്നത് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്. ഇതിന്റെ ഇടയിൽ ടാർഗറ്റ് നിശ്ചയിക്കുന്നു. ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന വർക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ ബാധിക്കും എന്ന രൂപത്തിൽ കർശനമായിട്ടുള്ള വിരട്ടൽ പല കളക്ടർമാരുടെ ഭാഗത്തുനിന്നും അവരുടെ ഓഫീസിൽ നിന്നും വരികയാണ്. അതുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചോദിച്ചത്? ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഇപ്പോഴുള്ള വാർഡും ബൂത്തുമെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബൂത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂമിശാസ്ത്രപരമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി കിടക്കുക. ഇപ്പൊ നാട്ടിൽ വന്ന് ചോദിച്ചാലും എല്ലാവരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വാർഡും ബൂത്തിനെ കുറിച്ച് പറയൂ, അതിർത്തികളൊക്കെ പറയൂ. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരക്കൊന്ന് മാറ്റിവെക്ക്, അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്നല്ലേ പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ആവശ്യപ്പെട്ടല്ലോ. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡിസംബർ മാസം 9 തന്നെ കരട് നിയമസഭാ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. അതുകൊണ്ട് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള തീയതികളിൽ ഇത് പൂർത്തീകരിക്കണം എന്ന കർക്കശമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നത് നാം കാണുകയാണ്. അത് ഈ നാടിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യം കാണാതെയുള്ള ഇടപെടലാണ്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെയാണ്. സർക്കാർ ജീവനക്കാരാണെന്ന് വെച്ചിട്ട് അവരെ കൊലയ്ക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. ഇത്രയധികം വളരെ ഭാരിച്ച ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, ഹരാസ് ചെയ്യുക, ടാർഗറ്റ് നിശ്ചയിക്കുക, അതിന്റെ പേരിൽ വിരട്ടുക, വിലപേശുക, ഇതൊന്നും ഒരു രീതിയിലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നൊരു വാർത്ത വന്നു, ട്രെയിന് മുന്നിൽ ചാടിയാണ് ഒരു BLO ആത്മഹത്യ ചെയ്തത്.
ബംഗാളിൽ നിന്നുള്ള വാർത്ത വരുന്നു, പലരും ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്തകൾ പുറത്തു വരികയാണ്. ഇപ്പൊ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരനെയാണല്ലോ ഇപ്പൊ നഷ്ടപ്പെട്ടത്. ഒരു മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോ 4-ാം തീയതി ആരംഭിച്ച ഈ ഫോം കൊടുക്കൽ ഇന്ന് 17-ാം തീയതി ആയുള്ളൂ. ഒരു 10-13 ദിവസമേ ആയുള്ളൂ. ഇനി ഫോം തിരിച്ചു വാങ്ങിച്ച് ഇത് മുഴുവൻ ഡേറ്റ സ്വന്തം മൊബൈലിലേക്ക് ടൈപ്പ് ചെയ്യണമെന്നൊക്കെ വരുമ്പോൾ വലിയ സമ്മർദ്ദത്തിലേക്ക് ഇവർ പോകും. ഡിസംബർ 4-ന് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഇവർ ഭയങ്കര ഭയത്തിലാണ്, പേടിയിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ആത്മഹത്യകളും സ്ട്രോക്കും മറ്റു മാരക രോഗങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് കണ്ണു തുറക്കണം, ഇലക്ഷൻ കമ്മീഷൻ കണ്ണു തുറക്കണം. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് മാറ്റർ സുപ്രീം കോടതിയിലാണ്, അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകൂ. പക്ഷെ നിയമപരമായിട്ടുള്ള നൂലാമാലകളൊക്കെ പറഞ്ഞാലും കൂടുതൽ അപകടമുണ്ടാക്കുന്ന സാഹചര്യം വരും. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ വാർഡും ബൂത്തൊക്കെ പ്രത്യേക രൂപത്തിൽ കിടക്കുമ്പോൾ അതിന്റെ ആ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് ഉചിതം. അതിനുവേണ്ടി നമ്മുടെ സർക്കാർ ജീവനക്കാരെ ബലി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇതിൽ തീരുമാനമെടുക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി. Debate with Smriti Parathikkad.